താജുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ വ്ളോഗിൽ ഞാൻ കണ്ടു, ആളുടെ വ്ളോഗിൽ ഞാൻ കണ്ടു രേണുസുതി ഇത് മീഡിയക്കാരെ കൊണ്ട് പറഞ്ഞിട്ട് ചോദിപ്പിച്ചാണ്. സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടതല്ല, എന്നോട് ഒരാൾ പറഞ്ഞു, ഫ്രണ്ട്സ് പറഞ്ഞതാണ്. അപ്പം ആദ്യമേ പറഞ്ഞു കണ്ടു, പിന്നെ പറഞ്ഞു എന്നെ കൊണ്ട് ഫ്രണ്ട്സ് ആരോ കണ്ടിട്ട് പറഞ്ഞതാണ്. എൻ്റെ പൊണ്ണ് പെങ്ങളെ ഏതെങ്കിലും ഒന്നിൽ ഉറത്ത് നിൽക്ക്. അഭിനയ രംഗത്തെ പുതിയ താരപ്രഭ രേഷ്മ പി തങ്കച്ചൻ അഥവാ രേണുസുതിയുടെ പുതിയ നാടകം ഓസിന് ഷീറ്റിട്ട് മാമ ഇനി വേണേൽ ബെൻസ് കാറാവാം. അങ്ങനെ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുത്ത് മടുത്ത രേഷ്മ പി തങ്കച്ചൻ ഇപ്പോൾ സ്വന്തമായിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെ അവരാധിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഇവിടെ വന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ രേഷ്മ പി തങ്കച്ചൻ്റെ കേസിൽ എന്നെ പോലെ റിയാക്ട് ചെയ്യുന്ന ആളുകളും ഈ സെയിം പരിപാടിയാണ് ചെയ്തത്. പറഞ്ഞ കാര്യം തന്നെ ഈ പെണ്ണുപിള്ള വേറെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് വീണ്ടും പറയും വേറെ രീതിയിൽ. അത് വീണ്ടും എടുത്ത് നമ്മൾ വീണ്ടും റിയാക്ട് ചെയ്യും. ഈ സെയിം പരിപാടി. ഇതിനൊരു ഒരു ഒരു എന്താണ് ഒരു എൻഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം പുതിയ ചാനലിലൂടെ, പുതിയ ചാനലല്ല കുറച്ചായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ, എന്തായാലും നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ്റെ ആ ഒരു ചാനലിലൂടെ കുറച്ച് കള്ളങ്ങൾ വന്ന് പറയുന്നുണ്ട്. കൂടാതെ ഒരു ഉളുപ്പില്ലടേ, കുറെ ആളുകൾ ഈ കമന്റ് ബോക്സിൽ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീക്കൊന്നും ഒരു ഉളുപ്പില്ല, ഒരു മറ്റേ എന്തൊക്കെയോ കുറെ കമന്റുകൾ കാണാറുണ്ട്. എനിക്ക് ലിറ്ററലി എനിക്കിന്ന് ഇവരുടെ ചാനലിൽ വന്നൊരു വീഡിയോ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. ഇവർക്കൊരു ഇച്ചിരിയെങ്കിലും ചെയ്ത് തന്ന ആളുകളോട് ഒരു മറ്റേ ബഹുമാനിച്ച് മറ്റേ കാലിനെ തൊട്ട് വന്നിക്കണം അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു അവരെ ആക്ഷേപിക്കാതിരുന്നൂടെ? ഇതെന്തൊക്കെയാ കാണിക്കുന്നത് രണ്ടും കൂടെ. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരു തങ്കച്ചൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടല്ലോ, പുള്ളിയും കൂടെ ചേർന്നിട്ട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടു നമ്മുടെ സുധിച്ചേട്ടൻ്റെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയപ്പെടുന്ന മറ്റേ വീണ എസ് പിള്ള, അവർ പുതുതായിട്ടൊരു ഇന്റർവ്യൂ കൊടുത്തേക്കുന്നു. എനിക്കറിയാൻ പാടില്ല ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ ഒന്നും കണ്ട് നിങ്ങൾ വെറുക്കണ്ട. അതുകൊണ്ട് കുറച്ച് പോർഷൻസ്, മെയിൻ പോയിന്റ്സ് ഞാനൊന്ന് എടുത്ത് റിയാക്ട് ചെയ്യാം എന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരെ, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. വീഡിയോയ്ക്ക് എല്ലാവരും, പഴയ സബ്സ്ക്രൈബേഴ്സും പുതുതായിട്ട് വരുന്ന ആളുകളും എല്ലാവരും ഒരു ലൈക്കൊക്കെ തരിക. കൂടാതെ ഇപ്പോൾ കമൻറ്റിൻ്റെ അവിടെ ആയിട്ട് മറ്റേ എന്താണ് ഒരു സാധനമുണ്ട്, ഇപ്പോൾ പുതിയതായിട്ടൊരു സാധനം ക്ലിക്ക് ചെയ്യാനായിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഞെക്കിയൊക്കെ അങ്ങ് വിട്ടേക്കുക. അപ്പോൾ ഇനി നമുക്ക് രേഷ്മ പി തങ്കച്ചൻ്റെ പുതിയ നാടകത്തിലൂടെ രേഷ്മ പി തങ്കച്ചന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വെള്ളം ചോരുന്നതെന്ന് പറഞ്ഞാൽ ചാറ്റൽ അടിച്ചുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ചോരുന്നെന്ന് പറഞ്ഞത്. അതാണ് തുടക്കം. ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം, അല്ലെങ്കിൽ ഈ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വലിയ വിവാദങ്ങൾക്കെല്ലാം തുടക്കം ഈ ഒരു വെള്ളം വീണെന്ന് പറഞ്ഞതാണ് സംഭവം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, പാവം വിദ്യാഭ്യാസം കുറച്ച് കുറവാണ്, വിവരമില്ലായ്മയുടെയാണ്. വെള്ളം ചോരുന്നതും തൂവാനമടിച്ച് വീട്ടിൽ കയറുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് ഈ ചേച്ചിയുടെ ഒരു വിചാരം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അങ്ങ് ക്ഷമിച്ചു കൊടുക്കാം. പാവത്തിനോട് ക്ഷമിച്ചു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ക്ഷമിച്ചു കൊടുക്കൂ. അറിയില്ല, അതുകൊണ്ടാണ് വിട്ടേക്ക്, പോട്ടെ, ബാക്കി കേൾക്കാം. അപ്പം ഞാനതൊരു താജുദ്ദീൻ എന്ന് പറയുന്ന ആള് പറയുന്ന ഞാൻ കേട്ടു. രേണുസുതി തന്നെ എന്താ പറയുക, മീഡിയക്കാരോട് പറഞ്ഞിട്ട് പറയിപ്പിച്ചതാണ്. ഞാൻ എന്തിനാണ് അങ്ങനെ പറയുന്നത്? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതേ മീഡിയക്കാരൻ എന്നോട് ചോദ്യം ചോദിച്ച മീഡിയക്കാരൻ 2 ദിവസം കഴിഞ്ഞ്, അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രേണു സോറി കേട്ടോ, ഞാനാണ് ചോദിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ചേട്ടനാണോ ചോദിച്ചത്? എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ എന്നോട് രേണു ഞാനാണ് ചോദിച്ചത്, ചോരുന്നു. കാരണം രേണു പറഞ്ഞിട്ടല്ല. അന്ന് 5-ാം തീയതി സുധിച്ചേട്ടൻ്റെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോഴത്തേന്, 5-ാം തീയതി സുധിച്ചേട്ടൻ്റെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ എൻ്റെ ദേഹത്തോട്ട് വെള്ളം വീണു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ വെള്ളം വീഴുന്നൊരവസ്ഥയുണ്ടെന്ന്. അതുകൊണ്ട് മാത്രമാണ് രേണു ഞാനത് ചോദിച്ചത്. രേണുവിന് ഇത്രയും പ്രശ്നമാകുമെന്ന് ഞാനും ഓർത്തില്ല. ഞാൻ എന്തെങ്കിലും ഇതിന് അധികാരപ്പെട്ടവരെ കണ്ടാൽ ഞാൻ പറയും രേണുസുതി അല്ല എന്നെ പറഞ്ഞ് ചോദിപ്പിച്ചത്, ഞാനത് എൻ്റെ ദേഹത്ത് വീണുകൊണ്ടാണ് ഞാൻ. അപ്പം ആ ചേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എവിടെ തൊട്ടാ പറയേണ്ടത്, ബാക്കിയൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ ആ ചേട്ടൻ പൊട്ടനായിരുന്നു. അയാൾക്കറിയത്തില്ലേ തൂവാനമടിച്ച് വീണതാണെന്ന്? അല്ല പോട്ടെ, അയാൾ അങ്ങനെ തൂവാനമടിച്ച് കയറുന്ന അതിനെപ്പറ്റി അല്ലല്ലോ ചോദിച്ചത്, ചോരുന്നുണ്ടോ എന്നാണ് വ്യക്തമായിട്ട് ചോദിച്ചത്. അതൊക്കെ പോട്ടെ, ചിലപ്പം പുള്ളി പാവപ്പെട്ടവൻ, പോട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ 5-ാം തീയതി പുള്ളി ഈ നമ്മുടെ സുധിച്ചേട്ടൻ്റെ മറ്റേ പരിപാടിക്ക് ആ മീഡിയക്കാരൻ വന്നപ്പോൾ 5-ാം തീയതി അവിടെ മഴയുണ്ടായിരുന്നോ? കോട്ടയത്ത് മഴയുണ്ടായിരുന്നോ 5-ാം തീയതി എന്നാണോ ചേച്ചി പറയുന്നത്?
നമ്മളെല്ലാവരും കണ്ടതാണ് തേത്തി. നിങ്ങളുടെ വീട്ടിൽ അന്ന് ഓൺലൈൻ മീഡിയക്കാർ വരുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ ജനങ്ങൾ കണ്ടതാണ്, പൊട്ടന്മാരല്ല. ഓക്കെ, ഒരൊറ്റ വീഡിയോയിൽ പോലും അവിടെ മഴയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നല്ല വെയിലായിരുന്നു. അലിഞ്ചോസ് പെരേരയൊക്കെ അന്ന് അവിടെ വൈകിട്ട് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. മഴ നമ്മൾ കണ്ടില്ല. അവിടെയുള്ള നിങ്ങളുടെ അന്നത്തെ ദിവസം പല സമയത്തായിട്ട് പല ആൾക്കാർ അന്ന് ഈ അലിഞ്ചോസൊക്കെ പോകുന്നോടം വരെ, ഓൺലൈൻ മീഡിയക്കാർ പോകുന്നോടം വരെ പല ആൾക്കാരുടെയും പല ചാനലിലും വീഡിയോ കണ്ട ഒരാളാണ് ഞാനെങ്ങും കണ്ടില്ല അവിടെ മഴയുള്ളതായിട്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ പറയണം. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല അന്നത്തെ ദിവസം മഴ. പിന്നെ ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ വീടിനകത്ത് കയറി വന്ന് വീഡിയോ എടുത്തു. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അവർ ചിലപ്പോൾ ചായ കുടിക്കാനോ നിങ്ങൾ ചായ കൊടുത്തപ്പോൾ പോലും അകത്ത് കയറി ഇരുന്ന് കുടിച്ചോ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അന്നത്തെ ദിവസം അവിടെ മഴയുണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും വീഡിയോ കണ്ടാണ്. ഒരു വീഡിയോയിലെങ്കിലും ഏതെങ്കിലും ഒരു ചാനലിൽ നിങ്ങളുടെ അന്നത്തെ ദിവസം എടുത്ത വീഡിയോയിൽ മഴയുടെ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് മഴക്കാരെങ്കിലും ഒന്നും നമ്മൾ കണ്ടില്ലല്ലോടെ. പിന്നെ എൻ്റെ ഒരു സംശയം ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണെന്ന് അറിയാവോ? രേഷ്മ പി തങ്കച്ച, നിങ്ങൾ തന്നെ വന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് കള്ളം അങ്ങ് വിളമ്പുവാണോ? കള്ളം വിളമ്പിയാൽ കുറെ ആൾക്കാർ, ഇപ്പം എന്നെപ്പോലുള്ള കുറെ ആൾക്കാർ എടുത്ത് നിങ്ങളെ അങ്ങ് റിയാക്ട് ചെയ്യും. അങ്ങനെ ഡിയാക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മേപ്പോട്ട് പോകാം എന്ന് വിചാരിച്ച് മനഃപൂർവ്വം നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നാളെ പണിയായിട്ട് വരും. ആളുകൾ നിങ്ങളെ ഭയങ്കരമായിട്ട് വെറുത്തു തുടങ്ങുന്നുണ്ട്. ആരെങ്കിലും ഇവർ വീഡിയോ ഒന്നും കാണത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവർ വീഡിയോ കാണുമെന്ന് പറയും, ഇവർ കാണത്തില്ല എന്ന് പറയും. ഇവർ എന്ത് വിശ്വസിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം തന്നെ നിങ്ങൾ കേട്ടില്ലേ മറ്റേ ചേട്ടൻ പറയുന്നത് കേട്ടെന്ന്? ഏതാണ് നമ്മുടെ മറ്റേ, അയ്യോ പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു പോയി, മറ്റേ പത്തനപുരംകാരൻ. ആ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ മീഡിയക്കാരൻ എടുത്തതാണ്, ചോദിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അയാളുടെ വീഡിയോ കണ്ടു എന്ന് രേണു ആദ്യമേ പറയുന്നുണ്ട്. അവസാനം ആകുമ്പോൾ വേറെ ഡയലോഗാണ് പറയുന്നത്. നിങ്ങളത് കേക്ക്, എന്നിട്ട് ഞാൻ പറയും. ഇല്ലെങ്കിൽ ഞാൻ വെറുതെ പറവുകാരെ കള്ളം പറഞ്ഞെന്നാവും. ബാക്കി കേക്ക്. താജുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ വ്ളോഗിൽ ഞാൻ കണ്ടു, ആളുടെ വ്ളോഗിൽ ഞാൻ കണ്ടു രേണു സുധി ഇത് മീഡിയക്കാരെ കൊണ്ട് പറഞ്ഞിട്ട് ചോദിപ്പിച്ചാണ്. സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടതല്ല, എന്നോട് ഒരാൾ ഫ്രണ്ട്സ് പറഞ്ഞതാണ്. അപ്പം ആദ്യമേ പറഞ്ഞു കണ്ടു, പിന്നെ പറഞ്ഞു എന്നെ കൊണ്ട് ഫ്രണ്ട്സ് ആരോ കണ്ടിട്ട് പറഞ്ഞതാണ്. എൻ്റെ പൊണ്ണ് പെങ്ങളെ ഏതെങ്കിലും ഒന്നിൽ ഉറത്ത് നിൽക്ക് പ്ലീസ്. നിങ്ങളിതിന് മുമ്പും തുടക്കത്തിലും പറയുന്നുണ്ട് ഈ താജുദ്ദീൻ്റെ ബ്ലോഗ് ഞാൻ കണ്ടു, അങ്ങനല്ലേ പറയുന്നത്? താജുദ്ദീൻ്റെ ബ്ലോഗ് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പറയുന്നു താജുദ്ദീൻ്റെ ബ്ലോഗ് ഞാൻ കണ്ടില്ല, വേറെ ആരോ പറഞ്ഞതാണ്. ഇതിൽ ഏതാണ് സത്യം? നിങ്ങൾ ആദ്യമേ ഒന്ന് പറയും, പിന്നെ ഒന്ന് പറയും. പ്രിയപ്പെട്ട രേഷ്മ പി തങ്കച്ച, ഇല്ലെങ്കിൽ തങ്കച്ചൻ ചേട്ടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാ. നിങ്ങൾ ആദ്യം ഒന്ന് പറയും, പിന്നൊന്ന് പറയും. ഇത് കേൾക്കുന്ന ജനങ്ങൾ എന്താ മണ്ടന്മാർ? ഇതെല്ലാം നിങ്ങൾ എന്ത് പറഞ്ഞാലും കണ്ണു അടച്ച് മറ്റേ മേപ്പോട്ട് വായും പൊളിച്ച് ഇങ്ങനെ ഇരിക്കണോ? വിശ്വസിച്ചുകൊണ്ടിരിക്കണോ? ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കും, അതിന് മറുപടി പറ കറക്റ്റായിട്ട്. അതും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്കൊരു സംശയം. ഇവർ മനഃപൂർവ്വം ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ജനങ്ങൾ എന്നെ കുറ്റം പറയും. അങ്ങനെ കുറ്റം പറഞ്ഞ് ഞാൻ ഇങ്ങനെ ലൈംലൈറ്റ് നിന്ന് പോവും എന്ന് വിചാരിച്ചിട്ടാണോ ഈ സ്ത്രീ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അവരുടെ ബുദ്ധിയെ സമ്മതിക്കണം കേട്ടോ. കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ പോയി കുറച്ചൊക്കെ കാശ് ഒപ്പിക്കാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. ഒപ്പിക്കും അവര്. അങ്ങനെ ബുദ്ധി സൂപ്പറാ. ബാക്കി നമുക്ക് കുറച്ചുകൂടെ കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഞാൻ എന്തിനാണ് ഈ ഒരു കാര്യം മീഡിയക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ? എനിക്ക് യാതൊരു വിധ കാര്യവും ഇല്ല. ഞാൻ എന്തിനാണ് അങ്ങനെ പറയിപ്പിക്കേണ്ടത്? അതിൻ്റെ ആവശ്യം എനിക്കില്ല. പിന്നെ അന്ന് ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് പിറ്റേന്ന് തന്നെ ആ മീഡിയക്കാരൻ തന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു എന്നാ ചേട്ടാ? അപ്പം എന്നോട് പറഞ്ഞു, മോളെ ഞാനാണ് ആ ചോദ്യം ചോദിച്ചത്, മോള് പറഞ്ഞിട്ടേ അല്ല ചോദിച്ചത്. ഞാൻ 5-ാം തീയതി ചേട്ടൻ്റെ ആണ്ടിന് വീട്ടിൽ വന്നപ്പം മഴ പെയ്തു. അപ്പം എൻ്റെ ദേഹത്തോട്ട് വെള്ളം വീണപ്പം ഞാൻ ചോദിച്ചു ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ചോരുന്ന ആൾക്ക് മനസ്സിലായി. അല്ല, രേണു സുധിക്ക് അതിൻ്റെ ആവശ്യമില്ല. രേണു സുധി മീഡിയക്കാരോട് പറഞ്ഞ് ചോദ്യം പറയിപ്പിക്കുന്ന ഒരാളേ അല്ല. വലിയൊരുന്നോ ചെറിയ നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കേണ്ട കാര്യം നമ്മൾ പറയുന്നത് മൂന്നാമതൊരാളുടെ ആവശ്യം വേണ്ട ഇതിനകത്ത്. പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ട രേഷ്മ പി തങ്കത്ത ഇത്രയും ദിവസം എല്ലാ ഓൺലൈൻ മീഡിയ ചാനലിലും കയറിയിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ചാനലിലൂടെ ഇതൊക്കെ പറഞ്ഞു തീർത്താൽ മതിയായിരുന്നല്ലോ. എന്തിനാ എല്ലാ ഓൺലൈൻ മീഡിയയിലും കയറിയിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നത്? പറ, നിങ്ങൾ തന്നെ പറ. നിങ്ങൾ തന്നെ ഒന്ന് പറയുന്നു, നിങ്ങൾ തന്നെ വേറെ കാണിക്കുന്നു. അത് കണ്ടിട്ടും ആളുകൾ ചോദ്യം ചോദിക്കരുതെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ? നെഗറ്റീവ് പബ്ലിസിറ്റി, അത്രേ ഉള്ളൂ. കൺഫേംഡ് ഈ ഒരു സാധനത്തിനകത്തൊന്നും എനിക്കത്, ഞാനത് കൺഫേം ചെയ്തു. ബാക്കി കണ്ടോ നിങ്ങൾ? ഞാനപ്പം ഇത് പറഞ്ഞത് വേറൊന്നുമല്ല, മീഡിയക്കാരോട് ഞാൻ പറഞ്ഞിട്ട് ചോദിച്ച ചോദ്യമല്ല മഴയുടെ കാര്യം.
അത് പറയാനാണ് ഞാനിപ്പം വന്നത്. പിന്നെ ആ മീഡിയയിലെ ചേട്ടൻ തന്നെ പറഞ്ഞു, മോളെ ആള് തന്നെ പറഞ്ഞു, ആ മീഡിയക്കാരൻ ഏത് മീഡിയ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആള് തന്നെ പറഞ്ഞു മതിയല്ലോ കൂടുതൽ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് വയ്യ, ഞാനും വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കും. വയ്യ, വിട്. കേട്ടല്ലോ നിങ്ങൾ കാര്യം. റേസ്മ പി തങ്കച്ച ഒറ്റ ചോദ്യം. വീടിൻ്റെ അകത്ത് കിച്ചുവിൻ്റെ റൂമിൽ ഹാളിൽ ഓക്കെ തൂവാനം മനസ്സിലായി, കിച്ചുവിൻ്റെ അല്ല നമ്മുടെ മറ്റേ ചെറിയ പയ്യൻ്റെ അവൻ്റെ റൂമിൽ ചോർച്ചയുണ്ടെന്ന് നിങ്ങളുടെ വായിന്ന് നിങ്ങളൊന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പം എന്താ അതിനെപ്പറ്റി പറയാത്തെ? അത് മുഴുങ്ങിയോ നിങ്ങൾ? ചോറും കൂട്ടി മുഴുങ്ങിയോ? അതിനെപ്പറ്റി ഒരു അക്ഷരം ഇപ്പം മിണ്ടുന്നില്ലല്ലോ സ്ത്രീയെ. നിങ്ങളത് കാണുന്ന എല്ലാവരും പൊട്ടന്മാരാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഇനി നെറുകേട് എന്ന് പറയുന്ന ഒരു സാധനം ഇവരുടെ ഈ ചാനലിനകത്തോട് ഇവർ കാണിക്കുന്നുണ്ട്. നെറുകേട്, പ്രോപ്പറായിട്ട് നെറുകേട്. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ കൊട്ടാരമായി നിർമ്മിച്ച് നൽകിയത് ഫ്ലവേഴ്സ് അല്ലെന്ന്. 24 ഫ്ലവേഴ്സിന് അത് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്കറിയില്ലായിരുന്നു. അത് അവരോട് പ്രശ്നം ഉണ്ടാകുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ അത് പിന്നെയാണ് അറിയുന്നത്. അവരോട് പ്രശ്നം കൊണ്ട് പണിത് തന്ന മതിലാണ്. ഇങ്ങോട്ട് വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞ് താഴോട്ട് പോകും. അതാണ് അവസ്ഥ. ഇത് വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവർ തന്നെ നയിക്കുന്നത്. രേണു സുധിയുടെ കരച്ചിൽ നിർത്തി. അത് സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ. രേണു സുധിയുടെ ഈ കരച്ചിൽ നിർത്താൻ അയാളാരാ? അയാളൊരു യൂട്യൂബറേ ഉള്ളൂ. ഈ മതിൽ ഒരടിയോളം ഇപ്പം മറിഞ്ഞാണ് നിൽക്കുന്നത്. ഇതാണ് ഈ നന്മ മരമാകുന്ന സാജൻ കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട്. ഇപ്പോൾ സാജൻ കറിയ എന്ന് പറയുന്ന മനുഷ്യനോടാണ് എന്തിനാണ് ഇതുപോലുള്ള ഐറ്റങ്ങൾക്ക് പൈസ കൊടുത്തത്? തങ്കം പറയുന്ന കണക്ക് തങ്ക സാജൻ കറി അല്ല തൻ്റെ വീട്ടിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ താനൊക്കെ താമസിക്കുന്ന ആ വീട്ടിൽ വന്നിട്ട് മതിൽ പണിഞ്ഞു തന്നത്, സിമെൻറ്റും പുട്ടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് തന്നത് പുള്ളിയല്ല. പുള്ളി കാശാണ് കൊടുത്തത്. പൈസ കൊടുത്തൊരാളെയാണ് താനൊക്കെ വന്നിട്ട് ഈ കൊണ പറയുന്നത്. മനസ്സിലായില്ലേ? നീയൊക്കെ താമസിക്കുന്ന വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തയാൾ, അത് ഉണ്ടാക്കി തന്ന ആളല്ല പുള്ളി, പൈസ കൊടുത്ത ആൾ, അതിന് ഇൻവെസ്റ്റ് ചെയ്ത ആൾ. അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീ ആ പൈസ തന്ന ആളെ ഇങ്ങനെ ഉണ്ടാക്കത്തില്ലായിരുന്നു. നീ നിൻ്റെ മോളും കൂടെ നിന്ന്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ ആ വിഷയത്തിൽ പറയുന്നില്ല. പിന്നെ വേറൊരു സാധനം, വേറൊരു കാർഡ് ഇറക്കുന്നുണ്ടല്ലോ മോള് തുടക്കത്തിലെ, ഫ്ലവേഴ്സിൻ്റെ ദേഷ്യത്തിൻ്റെ പുറത്താണ് ഇറക്കിയതെന്ന്. നമുക്കറിയത്തില്ല, അതിനെപ്പറ്റി എനിക്കറിയത്തില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരുടെ തന്നെ വർത്തമാനത്തിൽ നിന്ന് കേട്ടൊരു പോയിന്റ് മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. അത്രേ ഉള്ളൂ. പൈസ കൊടുത്തൊരാൾ, അത് ആരും ആയിക്കോട്ടെ, എന്തിനു വേണ്ടിയും ആയിക്കോട്ടെ, നമുക്കറിയത്തില്ല. അവരുടെ സ്വയ താല്പര്യമായിട്ട് അവർക്കിനി എന്തെങ്കിലും ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഇവർ ഈ പറയുന്ന കണക്ക് എന്തെങ്കിലും ദേഷ്യത്തിൻ്റെ പേരിൽ, നമുക്കറിയത്തില്ല. പക്ഷേ എന്താണെങ്കിലും ഒരു രൂപ തന്നല്ലോടോ, അതൊന്നും ഓർത്താൽ കൊള്ളാം താനൊക്കെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി അടുത്തൊരാൾ, മെയിൻ വ്യക്തി, നമ്മുടെ സുധിച്ചേട്ടൻ, വീണ എസ് പിള്ള. സുധിച്ചേട്ടൻ്റെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞ് എന്നോടൊക്കെ സംസാരിച്ച വ്യക്തിയാണ്. ഞാനും ഒക്കെ സംസാരിച്ച് ആ വോയിസ് ഒക്കെ പുറത്ത് വിട്ടതാണ്. പക്ഷെ പിന്നെയും ഇവർക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആ മുഖം തന്നെ കാണിച്ച് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ക്ലിപ്പ്. ഇവരെന്തുകൊണ്ട് ഇപ്പോൾ ഈ മുന്നോട്ട് വന്നു എന്നുള്ളതിന് അവരൊരു സാധനം പറയുന്നുണ്ട്. നിങ്ങൾ അത് കേട്ടോ. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിന്റെ ദിവസം ഞാൻ സുധിയായിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ട് ഞാൻ ചെന്നൈയിലൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ വർഷാവർഷം ഉത്സവ പ്രോഗ്രാംസിന് ഞാൻ നാട്ടിലേക്ക് വരും. നാടകങ്ങളും നൃത്തനാടകവും ഡാൻസ് പ്രോഗ്രാമും ഒക്കെ ആയിട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കും ഈ വർഷം കോഴിക്കോടുള്ള ഒരു സമിതിയിലാണ് ഈ രേണു സുധി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ രേണു നാടകം ചെയ്തുകൊണ്ടിരുന്നത് കൊച്ചിൻ സംഘമിത്ര എന്നൊരു സമിതിയിലായിരുന്നു. അപ്പൊ അതിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള കുറെ ആൾക്കാരോട്, അതായത് എന്നെ അറിയാവുന്ന കുറെ ആൾക്കാർ എന്നെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തേക്ക് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവാം. അതൊക്കെ പഴയ കാലങ്ങൾ, എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്നോട് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യും എന്ന് പറയായിരുന്നു. പക്ഷെ അതിലുപരി പുള്ളിക്കാരത്തി എന്നെ കുറിച്ച് വളരെ മോശമായിട്ടും ഞാൻ സുധിയുടെ കൂടെ ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു, എന്നെ ഒഴിവാക്കി വിടാനായിട്ട് ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം ഞാനത് ചെവിക്കൊണ്ടില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, വീണ എസ് പിള്ള, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ മാത്രമാണ് ഇവരിത് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളെ പേഴ്സണലി അറിയാവുന്ന ആളുകളോടാണ് ഇവരിത് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരോട് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു ഇല്ലേ? ഇതിപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് എത്തി. ഇല്ല, ഇതിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കുറച്ചും കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതും കൂടെ ഒന്ന് കേട്ടോ, എന്നിട്ട് ഞാനത് ക്ലിയർ ആക്കി പറഞ്ഞു തരാം. എന്റെ ബന്ധുക്കളായ വേണ്ടിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരോട്
തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഡിവോഴ്സ് ആകുന്ന സമയം വരെ പുള്ളിയുടെ സെക്കൻഡ് വൈഫ് ഞാൻ തന്നെയായിരുന്നു. അതെ അതെ, പറയൂ. തീർച്ചയായിട്ടും ഇവിടെ കാവനാട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുള്ളിക്കാർക്ക് എന്റെ പേരെടുത്തിടുന്നില്ല. പിന്നെ തുടക്കത്തിൽ എന്റെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാർക്ക് ഈ പേരെടുത്തിരുന്ന പണിയാവുന്ന ആരോ ബുദ്ധിയുള്ളവർ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോ പേര് ഇപ്പോൾ പറയാത്തത് ഈ രേഷ്മ പി തങ്കച്ചൻ, വീണ എസ് പിള്ള എന്ന് പറയുന്ന പേര് അവരുടെ വാഗുകൊണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. വീണ പറയുന്നത് എവിടെയോ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് വീണ പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ, ചിലപ്പോൾ ഞാൻ കാണാത്തതായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ എസ് പിള്ള തന്നെ ആങ്കറിനോട് നമ്മുടെ രേണു അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ രേഷ്മ എസ് പിള്ള വിളിച്ചിട്ട് ഈ വീണ എസ് പിള്ള വിളിച്ചിട്ട് സംസാരിച്ചിട്ട് അത് വെച്ചിട്ട് ഈ ഒരു ആങ്കർ സംസാരിക്കുമ്പോൾ ആങ്കർ തന്നെ ഈ ഒരു സ്ത്രീയുടെ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇവരായിട്ട് തന്നെ മുന്നോട്ട് വന്നിട്ടാണ്. അതല്ലാതെ ആ ഒരു ലേഡി എങ്ങും പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തൊന്നുമില്ല. എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ അവർ പറയുന്നതും കാണിക്കുന്നതൊക്കെ എന്താണ്. പക്ഷെ എന്നാലും ഈ പേര് പറഞ്ഞു ഇപ്പം ഈ പുതിയ ആൾ വരുന്നത് തന്നെ അടുത്തൊരു കൈൻഡ് ഓഫ് ഇവർ തന്നെ നേരത്തെ പറയുന്ന കേട്ടില്ലേ, നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ പേര് പറയാത്തത് ആരൊക്കെ ഉപദേശിച്ചത് കൊണ്ടാണെന്ന്. അതേപോലെ ഈ ലേഡിയെ ആരൊക്കെനിക്കും ഒക്കെ ഉപദേശിച്ചത് കൊണ്ടാണോ ഇപ്പം ഈ മുഖം കാണിച്ച് ഇറങ്ങിയിരിക്കുന്നത്? നമുക്ക് പറയാൻ പറ്റത്തില്ല. ലൈം ലൈറ്റാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ എന്നോട് പേഴ്സണലി ഒന്നും വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷേ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമുണ്ട്. ഇല്ലെങ്കിൽ എന്തിനിപ്പോൾ? പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഇവരുടെ ഏതൊരു നാടക സമിതിയിലുള്ള കുറച്ച് ആൾക്കാരോടാണ് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് ഇവരെ പറ്റി പറഞ്ഞു തന്നു. ഇതിപ്പം അവിടെ കുറച്ച് പേരോടെ ഉണ്ടായിരുന്നില്ല, ആ കുറച്ച് പേരോട് ഇവർക്ക് സംസാരിച്ച് നിൽക്കായിരുന്നു. ഇതിപ്പോൾ ലോകമെമ്പാടും അറിഞ്ഞില്ലേ? അതിനുള്ള കാരണക്കാർ ഇവർ തന്നെ അല്ലേ? മുന്നോട്ട് വന്ന് പലതും കാണിച്ചതാ ഇപ്പം എന്നിട്ട് ഓൺലൈൻ മീഡിയയ്ക്ക് അല്ലെങ്കിൽ ഒരു ചാനലിൽ വന്ന് മുഖവും കാണിച്ചിരുന്ന് സംസാരിക്കുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിരുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മ പി തങ്കച്ചനെ ആരൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ടാണ് നിങ്ങളുടെ പേര് ഇപ്പോൾ പറയാത്തത് നിങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങളെ ആരെങ്കിലും ഒക്കെ ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളിപ്പോൾ മോഹം വന്ന് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉത്തരം? ചിലപ്പോൾ എന്നെ തെറി പറയാൻ പറ്റുമായിരിക്കും, അത്രേ ഉള്ളൂ. ചോദ്യങ്ങൾ വരും, മനസ്സിലായില്ലേ? ചോദ്യങ്ങൾ വരും. ഇങ്ങനെയുള്ള പലത് കാണുമ്പോഴും നമ്മളൊക്കെ ചോദ്യം ചോദിക്കും. അതുപോലെ തന്നെ ഈ ഒരു കേസിലും എനിക്ക് ഒരുപാട് അങ്ങോട്ട് ആരുടെയും സൈഡ് നിൽക്കാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല, പ്രത്യേകിച്ച് ഈ ഒരു ഇഷ്യൂവിൽ. എന്തായാലും നമ്മുടെ വീണ എസ് പിള്ള പറയുന്ന ബാക്കിയും കൂടെ ഒന്ന് കേട്ടോ, കുറച്ചും കൂടെ ഉള്ളൂ. സാധാരണഗതിയിൽ 2 പേര് ചേരുമ്പോഴാണ് ഒരു കുട്ടികൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ലൈഫ് അത്രയും സുഖകരമല്ലാത്തത് കൊണ്ട് ഞാൻ ശരിയായിട്ടുള്ളൊരു ഫാമിലി ലൈഫിൽ അങ്ങനെ കുട്ടികളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. കാരണം തുടക്കം തന്നെ കുറെ ഇങ്ങനെ കല്ലുകടിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു സംഭവം കുറച്ച് പെൻഡിങ്ങിൽ ഇട്ടു. അത് വേറൊന്നുകൊണ്ടല്ല, ഞാൻ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങൾ അച്ഛന് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അങ്ങനെ ആയിരിക്കണം എന്നൊരു ഞാൻ ഉറച്ചൊരു തീരുമാനം എടുക്കുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിക്കാർക്ക് എന്നോട് പറഞ്ഞതെന്ന് വെച്ച്, എന്നോടല്ല ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ്, ഈ പറയുന്ന സ്ത്രീക്ക് കുട്ടികളൊന്നും ഇല്ലല്ലോ ഇത്ര കിടന്ന് സംസാരിക്കാൻ എന്ന് എന്നോട് ചോദിച്ചു. കുട്ടികൾ ഉണ്ടാകാത്ത എത്രയോ ദമ്പതികൾ നല്ല. അതെ, വീണ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. രേണു അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മുമ്പത്തെ ഭാര്യ എന്ന് പറയുന്ന അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതുമൊക്കെ ആയിരിക്കാം ഈ ഒരു ലേഡിയെ ട്രിഗർ ചെയ്ത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വന്നിരിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ ഇവരുടെ കാര്യം വേറൊരാളെടുത്ത് ഇടുമ്പോഴാണ്. അല്ലാതെ ആ ഒരു ലേഡിയായിട്ട് വന്നെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഞാൻ വീണ്ടും അതാണ് പറയുന്നത്. പിന്നെ ഒരു ഒറ്റ ഇൻ്റർവ്യൂവിൽ മാത്രം പേര് പറഞ്ഞിട്ടുള്ളൂ എന്ന് ഇവർ തന്നെയാണ് പറഞ്ഞത്. ആദ്യമേ ഒരു പ്രാവശ്യം മാത്രമേ ഈ ഒരു രേഷ്മ പി തങ്കച്ചൻ ആ പേര് പറഞ്ഞിട്ടുള്ളൂ. ഒരു പ്രാവശ്യം പേര് പറഞ്ഞത് നമ്മൾ ആരും കേട്ടിട്ടില്ല. പിന്നെ അതിൻ്റെ പേരിൽ മാത്രം എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ പല ഇൻ്റർവ്യൂകളിൽ ഇവരെ പറ്റി ഇങ്ങനെ കുട്ടികളില്ലാത്തതിൻ്റെയും അല്ലെങ്കിൽ കുട്ടികളുണ്ടായിട്ടില്ലല്ലോ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർ മുന്നോട്ട് വന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരു പരിധിയിൽ കൂടുതൽ ഇവരുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സികൾ ഇവിടെ എല്ലാവരും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. മനസ്സിലായല്ലോ? ഉണ്ടായിരുന്നു, നമ്മളതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ട്, എന്നോട് ഇവർ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും ജനങ്ങൾ ഒരു പരിധി കൂടുതൽ ടേക്ക് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു ഇഷ്യൂ പിന്നെയും കത്തി പോകുന്ന ഒരു മട്ടിലേക്കേ പോവുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ വീണ തന്നെ രേഷ്മയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ കേസ് എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇവരെ പരസ്യമായിട്ട് ഒരുപാട് ഇട്ടങ്ങ് ആക്ഷേപിക്കുകയൊന്നും ചെയ്തില്ലല്ലോ.
എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? തെറ്റുകൾ നമുക്കും പറ്റും, നമ്മളെല്ലാം ഒന്നും കണ്ടിരിക്കണമെന്നില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും തങ്കച്ചനെയും മോളെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, എന്ത് കണ്ടിട്ടാണ്, എന്തിനാണ് എൻ്റെ പൊന്ന് ഷാജൻസ്കറിയ താങ്കളൊക്കെ സാറേ എന്തിന് ചെയ്തു കൊടുത്തു? ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇച്ചിരി പെയിൻ തോന്നും. ഇനിയും ചിലപ്പോൾ ഇവരെ പോലുള്ള ആളുകൾ ആർക്കൊന്നും ചെയ്തു കൊടുക്കാൻ ചെല്ലില്ല. അതാണ് പ്രശ്നം. പിന്നെ ഒരു കാര്യം വീണ പറഞ്ഞ് ഞാൻ കേട്ടു, വീണയും സുധിയും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് ഈ രേണുവിൻ്റെ കുറച്ച് മെസ്സേജുകളൊക്കെ, കുറച്ച് ഇക്ലിപ്പെടുത്തുന്ന മെസ്സേജുകളൊക്കെ സുധിച്ചേട്ടൻ്റെ ഫോണിൽ നിന്ന് പൊക്കിയിട്ടുണ്ടായിരുന്നു. സുധി എന്ന് പറയുന്ന തലയ്ക്ക് വീണ് നിൽക്കുക മരിച്ച്, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്ര നല്ല എന്തെങ്കിലും ആവട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.